guys, VIDEOBOT in a video like Saladam. Apo in the video I'm discussing about even a portion even a SIM card. I'm like daily life using a SIM card. I'm like directed using phone where call text mobile data SIM card. So in the video, even a dedicated even work even specialties and the discussing. One no and near video to work. Guys, you can see SIM card. You can see SIM card. This is a complicated circuit. SIM card. The maximum storage is 64 KB. എങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ 250 contacts അതുപോലെ തന്നെ മെസ്സേജസ് പിന്നെ നിങ്ങളുടെ ലൊക്കേഷൻ വരെ ഇതിനെ കൊണ്ട് ട്രേസ് ചെയ്യാൻ സാധിക്കും ആൾക്കാർക്ക്. പിന്നെ വേറെ എന്തൊക്കെ ഇതിൽ ഉണ്ടെന്ന് ചോദിച്ചാൽ കുറേ സംഭവങ്ങളുണ്ട്. പക്ഷേ നമുക്ക് ആകെ രണ്ട് കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. ആ രണ്ട് കാര്യങ്ങളാണ് പിന്നും ഒതന്റിക്കേഷൻ കീയും. ഇങ്ങനത്തെ 9 ലക്ഷം കോടിയിലധികം പിന്നും ഒതന്റിക്കേഷൻ കീയും സിമ്മിനെ കൊണ്ട് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഓരോ ആളുടെ കയ്യിലുള്ള സിമ്മും വേറെ വേറെ ആയിരിക്കും. അപ്പോൾ ഈ പിൻ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ഫോണിലിടുന്ന ഈ പാസ്വേഡൊക്കെ പോലെയുള്ള അതേ മെക്കാനിസം തന്നെയാണ് സിം കാർഡിലുള്ള പിന്നിനും. സിം ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പണ്ടത്തെ കീപാഡ് ഫോൺ ഉപയോഗിക്കുന്നവരാണ് ഇതൊക്കെ മെയിനായിട്ട് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോഴത്തെ സ്മാർട്ട് ഫോൺ വന്നതിന് ശേഷം നമ്മളധികം പിന്നൊന്നും ഉപയോഗിക്കാറില്ല. പിന്നെ ഒതന്റിക്കേഷൻ കീ എന്താണെന്ന് വെച്ചാൽ ഇത് കോൾ എൻക്രിപ്ഷനാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ വർക്ക് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് സിമ്മിൻ്റെ ഫുൾ നെയിം എന്താണെന്ന് ചോദിച്ചാൽ സബ്സ്ക്രൈബർ ഐഡൻറ്റിറ്റി മോഡ്യൂൾ. ഇത് ഇടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് ഈ ജിയോ, എയർടെൽ, വോഡഫോൺ ഐഡിയ, BSNL ഇങ്ങനത്തെ കമ്പനീസ് ഒക്കെ അവരുടെ കസ്റ്റമേഴ്സിനെ സബ്സ്ക്രൈബേഴ്സ് എന്നാണ് വിളിക്കുക. അത് പറഞ്ഞപ്പോഴാണ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം. അപ്പോൾ കം ടു ദ പോയിന്റ്. അപ്പോൾ ബാക്കിയുള്ള 2 അക്ഷരങ്ങളുണ്ടല്ലോ, ഐഡന്റിറ്റി മോഡ്യൂൾ. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ സംഭവം പേരിടാൻ എന്താണെന്ന് വിചാരിച്ചാൽ ഈ സിമ്മിന് ഒരു പ്രത്യേകത ഉണ്ട്. ഈ സിം ഒരു മൊബൈലിൽ ഇട്ടാൽ അത് ഏത് മൊബൈലാണെന്ന് കണ്ടുപിടിക്കാൻ സിമ്മിനെ കൊണ്ട് പറ്റും. അതുകൊണ്ടാണ് സിമ്മിന് സബ്സ്ക്രൈബർ ഐഡന്റിറ്റി മൊഡ്യൂൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ സിം കാർഡ് എന്ന് പറയുന്നത് 3 തരത്തിലാണ്: നാനോ, മൈക്രോ, മാക്രോ. നാനോ സിമ്മാണ് ഏറ്റവും ചെറുത്, ഏറ്റവും വലുത് മാക്രോ സിമ്മും, ഇതിൻ്റെ രണ്ടിനും നടുവിലുള്ളത് മൈക്രോ സിമ്മും. നിങ്ങളിപ്പോൾ ഒരാളെ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ കോൾ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ സിം അപ്പം തന്നെ ആക്ടിവേറ്റ് ആവും. അത് അടുത്തുള്ള ടവറിലോട്ട് ഒരു സിഗ്നൽ അയക്കും. ആ സിഗ്നൽ നേരെ ഫോൺ ഏത് ടവറിൻ്റെ അടുത്താണോ ആ ടവറിലോട്ട് ആ സിഗ്നൽ റിസീവ് ചെയ്തിട്ട് ഈ സിം ഏത് കമ്പനിയുടെ ആണോ ആ കമ്പനിയിലോട്ട് ആ സിഗ്നൽ കൊടുക്കും. ഇതെങ്ങനെ കൊടുക്കണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കോൾ എൻക്രിപ്റ്റ് ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങളാണോ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കമ്പനിയിലോട്ട് ഈ സിഗ്നൽ റിസീവ് ആയതിനു ശേഷം അവർ നിങ്ങളുടെ ഡീറ്റെയിൽസ് സംഭവമൊക്കെ നോക്കും, പിന്നെ ഒതന്റിക്കേഷൻ കീ ഒക്കെ നോക്കും. അതേപോലെ നിങ്ങളിൽ ബാലൻസ് ഉണ്ടെങ്കിൽ അവർ ആദ്യം ഒരു റെസ്പോൺസ് കീ അയക്കും. നമ്മളുടെ ഫോണിൽ OTP ഒക്കെ അയക്കണ പോലെ ഒരു റെസ്പോൺസ് കീ അയക്കും. ഇതിനാണ് SRES1 എന്ന് പറയും. അത് ഫോണിലോട്ട് റിസീവ് ആയിട്ട് ഫോണ് ഈ സെയിം സാധനം കമ്പനിയിലോട്ട് അയച്ചു കൊടുക്കണം. അങ്ങനെ അയച്ചു കൊടുത്തിട്ട് അപ്രൂവ് ആയാൽ മാത്രമാണ് നിങ്ങളുടെ കോൾ ഫോർവേഡായിട്ട് അടുത്തുള്ള ആളിലോട്ട് ഫോൺ റിങ് ചെയ്യുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങളിൽ ബാലൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ കോൾ നേരെ റിജക്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പൊ അതായിരുന്നു ഇന്നത്തെ വീഡിയോ. സാധാരണയായിട്ടുള്ള പോലത്തെ DIY വീഡിയോ ഒന്നും ആയിരുന്നില്ല ഇന്നത്തെ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഞാൻ നിങ്ങളോട് പറയാൻ പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ സിമ്മിന്റെ വർക്കിംഗ് മെക്കാനിസം കാണിച്ചിരുന്നല്ലോ. അപ്പൊ അതിലൊരു ഒതന്റിക്കേഷൻ കോഡ് ഉണ്ടായിരുന്നു. അത് ശരിക്കും ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ അങ്ങനെയൊന്നും അല്ല ശരിക്കും കൊടുക്കുക. അതൊരു 64 അല്ലെങ്കിൽ 128 ബിറ്റ് ഡിജിറ്റ് കോഡായിരിക്കും. ബിറ്റ് എന്ന് പറയുമ്പോൾ ബൈനറി ഡിജിറ്റ്, അതായത് 1010 അങ്ങനെയുള്ള ഒരു കോഡായിരിക്കും. അങ്ങനെ 64 അല്ലെങ്കിൽ 128 10 അങ്ങനെയുള്ള ഒരു കോഡായിരിക്കും ഒരു സിമ്മിന്റെ ഒതന്റിക്കേഷൻ കോഡ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.